ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് അടുപ്പിച്ച് 2-3 വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഉമ്മുനെ തത്തമ്മേനെ വെച്ച് ഹൂ നോസ് മീ ബെറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹന്നത്തിൻ്റെ കല്യാണം അങ്ങനെ ഒരു വീഡിയോ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. ഇന്ന് നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലാപ്പ് എടുക്കാൻ പോണ ആ ഒരു വ്ളോഗ് പോലെ ചെയ്തേക്കണത് അതായിരിക്കും ആദ്യം ഞാൻ ഇടുന്നത്. അപ്പൊ കണക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ വ്ളോഗായിട്ടായിരിക്കും ഇടുന്നത്. അതെനിക്ക് അറിയില്ല എങ്ങനെയാണ് ചെയ്യണ്ടേന്ന്, വലിയ ഐഡിയ ഇപ്പം മനസ്സിലേക്ക് വന്നിട്ടില്ല. അപ്പം എന്തായാലും സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, എനിക്ക് യൂട്യൂബ് ഇൻകം കിട്ടി തുടങ്ങിയോ, എങ്ങനെയാണ്, എത്ര കിട്ടി, എന്താണ് അവസ്ഥ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പം സൈഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് പള്ളിപ്പെരുന്നാളൊക്കെ നടക്കാം, അപ്പം അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് മൈൻഡ് ചെയ്യണ്ടേ. പിന്നെ അപ്പം കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് എനിക്ക് എത്രയാണ് റവന്യൂ കിട്ടിയത്, അതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എത്ര കിട്ടി, അത് വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്തത്, അതൊക്കെ ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, എമൗണ്ട് ഉൾപ്പെടെ ഞാൻ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് ആക്ച്വലി നമ്മൾ രണ്ടുപേരും മാത്രമാണ് കേട്ടോ പോണത് ലാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഐഷുമാനെ കൂട്ടിയിട്ടില്ല, പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂർ വരെ നമുക്ക് പോകേണ്ടതുണ്ട്. ഐഷാൻ്റെ വീട്ടിൽ ഉമ്മച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഏത് പാലത്തിന് മേളിക്കൂടെ പോയാലും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിന്ത എന്താണെന്നറിയോ, എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഓടി എത്താൻ പറ്റും. നല്ല എക്സൈറ്റ്മെൻറ്റിലായിട്ടാണ് ഇരിക്കുന്നത്, കാരണം ഈ ഒരു ലാപ്പ് ഞങ്ങളുടെ ഡ്രീമിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം അത് മേടിക്കാൻ പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, സ്വാഭാവികം. ഇതല്ല ഗുരുവായൂരമ്പലം എവിടെയാ? ഗുരുവായൂർ തൃശ്ശൂരല്ലേ? അങ്ങനെ നമ്മൾ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ തൃശ്ശൂർ ഒരുപാട് തവണയൊന്നും വന്നിട്ടില്ല. പകൽ വെളിച്ചത്തിൽ ഞാൻ തൃശ്ശൂർ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. രാത്രി ഇപ്പോൾ കണ്ണൂർക്ക് പോകുമ്പോൾ തൃശ്ശൂർ പാസ് ചെയ്ത് പോകലുണ്ട്, അപ്പോഴും ഞാൻ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇരുട്ടായതുകൊണ്ടൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ സംശയങ്ങളൊക്കെ കേട്ടിട്ട് ഇക്കാക്കാക്ക് എന്നെ തലവേദന എടുത്തിട്ട് വയ്യായിരുന്നു കേട്ടോ. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോപ്പിലേക്കാട്ടോ നമ്മൾ വന്നേക്കണത്. രസമായിട്ടുണ്ട്. ഞാൻ ക്ലിപ്പൂരാൻ മറന്നു. ഇക്കാക്ക ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല വെളിച്ചമുണ്ട്, നല്ല സൺകിസ്ഡ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാനിത് ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നോട്ട് ദി പോയിന്റ് എൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് അധികം എടുത്താലും തെറ്റൊന്നുമില്ല അല്ലേ. അത് പോട്ടെ, നല്ല നിശബ്ദത നിറഞ്ഞ സ്ഥലം, ഒരു ഈച്ചക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. അയ്യോ ദേ ഈ ഷോപ്പിലത്തെ ചേട്ടനല്ലേ പുറത്തു പോയി നിൽക്കണത്. ഓ അടിപൊളി. ഞാനുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും 2 ആൾക്കാർ ഒരു സംഭവം അൺബോക്സ് ചെയ്യണം. അതും എന്നൊന്ന് വിളിക്കാതെ പോലെ. ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ വേണ്ട, ഒന്ന് ഒച്ച വെച്ചെങ്കിലും ഞാൻ ഓടിയെത്തില്ലായിരുന്നോ. എന്റെ ഹൃദയ സ്തംഭം അങ്ങോട്ട് നൊന്തു പോയിട്ടാ. വെറുതെ പറഞ്ഞാട്ടോ, നമ്മളിത് ലാപ്പ് അൺബോക്സ് ചെയ്യണയാണ് കേട്ടോ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കണത്.
ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം വെറുപ്പിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട്. പോണ വഴിക്ക് നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. ഓടണ്ടാ അത് അതിനകത്ത് ആൾക്കാരില്ലല്ലോ. अल्लाह मुझे दर्द के काबिल बना दिया, तूफान को ही कश्ती का साहिल बना दिया, बेचैनियां समेट के सारे जहान की जब कुछ न बन. അത്യാവശ്യം നല്ലൊരു ബ്ലോഗ് കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ലാപ്പായിട്ട്. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ലാപ്പ് എടുത്ത് കൈ പിടിച്ചേക്കണേ. വീട്ടിൽ ചെന്ന് മേടിച്ച ലാപ്പ് ഐഷുമാനെ കാണിച്ചു കൊടുത്തു. അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അവൾ നമ്മൾ കൊണ്ടുപോയിണ്ടായിരുന്നില്ലല്ലോ. അപ്പം അവളെ കാണിച്ചു കൊടുക്കണേയാണ് കേട്ടോ. ഐഷുമ എന്ത് പാർസൽ ഓപ്പൺ ചെയ്താലും അപ്പം ഹാപ്പി ബർത്ത്ഡേ പാട്ടാട്ടാ പാടണത്. ആ പാട്ട് പാടിയാലും മാത്രമാണ് ഞങ്ങളിത് പൊട്ടിക്കുള്ളൂ എന്ന് പറയുമ്പോൾ പാവം പാട്ടോട്. ഞങ്ങളെയും കൊണ്ട് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ പെരുമ്പാവൂരുള്ള നക്ഷത്ര ജ്വല്ലറിയിലേക്കാട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐഷയുടെ ഫസ്റ്റ് ഓട്ടോ റൈഡാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയും ഞാനും ഐഷുമായാണ് പോണത്. പിന്നെ പോണ വഴിക്ക് നമുക്ക് 3 തത്തപ്പിന്നെ കൂടെ കൂട്ടാണ്ട് അവർ ട്യൂഷൻ പോയിട്ടുള്ളത്. ദീപാവലിയാണ് കേട്ടോ. അപ്പോൾ ജ്വല്ലറി ഓപ്പൺ ആണോ നമുക്കറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുള്ളൂ. മൂഞ്ചി പോവില്ലയോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് 3 തത്തമ്മ വിളിച്ചായിരുന്നു കേട്ടോ, ട്യൂഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, അവരെ കൂട്ടണം. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ റോഡിൽ. അത് വണ്ടി പോകാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല, ആ മാതിരി തിരക്കായിരുന്നു. ഞാൻ മനസ്സിലാകെ ഓടിക്കൊണ്ടിരിക്കുന്നത് ജ്വല്ലറി ഓപ്പൺ ആണോ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇക്കാക്ക ഇല്ലാണ്ട് ഞാനിങ്ങനെ ഒരു ഷോപ്പിലേക്ക് പോണത്. അപ്പം അതിൻ്റെതായ ചെറിയൊരു ടെൻഷനും ഉണ്ട്. എനിക്ക് സെലക്ട് ചെയ്ത് തരാനും ഒപ്പീനിയൻ ചോദിക്കാനും എപ്പോഴും ഒരാൾ കൂടണം, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് സ്ട്രെസ് ആകും. അപ്പം ഈ പ്രാവശ്യം ഞാൻ ഉമ്മച്ചീനെ ആയിട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കണത്. ഇനിയുള്ള വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്ത് തന്നെ നമുക്ക് തത്തമ്മയാണ് കേട്ടോ. ഞാൻ നോസ് പിൻ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നേക്കണത്. ഞാൻ മൂക്ക് കുത്തിയിട്ട് ഒരുപാടായിട്ടില്ല. അപ്പം എനിക്കൊരു ജെയിൽ ടൈപ്പ് അല്ലെങ്കിൽ റിങ് മോഡല് വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയിട്ടാ ഏതെടുക്കും എന്നായി പോയി. പിന്നെ ഉമ്മച്ചിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഉമ്മച്ചിക്ക് മൂക്ക് കുത്തണത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഉമ്മച്ചിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല സെലക്ട് ചെയ്യാനൊന്നും. ഐഷാൻ ഞാൻ ഉമ്മൂനെ ഏൽപ്പിച്ചിട്ടുണ്ട് നോസ് പിൻ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണത്. അല്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം അവർ രണ്ടുപേരും അതിൽ കൂടെ മൊത്തം ഓടി നടക്കായിരുന്നു കേട്ടോ. തത്തമ്മക്ക് ഇഷ്ടപ്പെട്ട കുറേ തത്തമ്മ എനിക്ക് ഇതെടുക്കുക വാവാച്ച് ഇതെടുക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് സ്റ്റഡ് നോക്കിക്കൊണ്ടിരിക്കാണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് റിങ് അല്ലെങ്കിൽ ജെ ടൈപ്പ് അതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞായിരുന്നു. അപ്പം പുള്ളി എനിക്കത് കാണിച്ചു തന്നിട്ടോ. ഞാൻ റിങ് എടുക്കാമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അവിടെ നിൽക്കണവർ എന്നെ സജസ്റ്റ് ചെയ്തു റിങ്ങിനേലും നല്ലത് ജെ ടൈപ്പ് തന്നെ ആയിരിക്കും. അങ്ങനെ ജെ ടൈപ്പ് ആ ഒരു മൂക്കുത്തി ആയിരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ചെന്ന് സമാധാനത്തിൽ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂക്ക് മൊത്തം കവറായിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ തന്നെ കൊണ്ടുവന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഇട്ട് നോക്കിയപ്പോൾ മൂക്കിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കുകയാണ്, ഫുൾ കവറാവുന്നില്ല.
എന്നിട്ട് പിന്നെ പിറ്റേന്ന് ഞാൻ പോയി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മടുത്തു പോയോണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോസ്പിൻ എടുത്തതിനപ്പത്തേനും പുള്ളി ഡയമണ്ടിൻ്റെ ബാംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. മേടിക്കാനൊന്നുമല്ല, വെറുതെ വന്നതല്ല, അപ്പോൾ ഒന്ന് ജസ്റ്റ് എല്ലാം കാണാമെന്ന് വിചാരിച്ചു. അതൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ലൈറ്റ് വെയിറ്റ് പാദസരത്തിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ തത്തമ്മ കാര്യമായിട്ട് ഇത് നിരീക്ഷിക്കേണ്ട കേട്ടോ, എല്ലാം തൊട്ടും ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതും ജസ്റ്റ് നോക്കിയെന്നുള്ളൂ, എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം വെറുതെ കാണിച്ചു തന്നപ്പോൾ ഞാൻ വെറുതെ നോക്കി നിന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉമ്മച്ചി തന്നെയായിരുന്നു കേട്ടോ നോക്കിയത്. ഞാനപ്പോൾ ഒരു നല്ല മിററൊക്കെ കണ്ടപ്പോൾ മിററിൽ സെൽഫി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പോന്നെയാണ്. നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടാ. അവർ കാർഡ് എടുത്ത് വെക്കുമായിരുന്നു, ഇനിയിപ്പോൾ ബില്ല് അടിക്കാനുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ എന്തിനായി കാർഡ് സൂക്ഷിച്ച് വെക്കണമെന്ന്. അറിയാവുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ കുഞ്ഞി കുട്ടികളുടെയൊക്കെ കാതൊക്കെ കുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിയുന്നുണ്ട്. പൈസക്ക് ഭയങ്കര അത്ഭുതം. അങ്ങനെ അവർ 3 പേര് നോക്കി നിൽക്കലായിരുന്നു കേട്ടോ കാതൊക്കെ കുത്തണത്. അവരവിടെ നിൽക്കുമ്പോഴത്തേനും ഓടിപ്പോയി പേയ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതന്നെയല്ല ഐറ്റം എന്നൊക്കെ കൺഫേം ചെയ്തു. നമ്മൾ നക്ഷത്രയിൽ നിന്ന് മേടിച്ചത് ഈ ഒരു പാക്കേജ്. അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. എന്തോ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഒപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും നോക്കണം എന്താണെന്ന്. ബില്ല് 1 മിനിറ്റ്. മേടിച്ച നമ്മുടെ നോസ്പിൻ ഇത് കാണിച്ചേക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാടൊന്നും നമ്മളങ്ങനെ എടുത്തൊന്നും നോക്കിയില്ല. എടുത്തതിൽ ഒരെണ്ണം ആണ് നമ്മൾ ഈ ഒരു ഐറ്റാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. കാണാൻ ക്ലിയർ ആവുന്നുണ്ടോ? സോറി, ഞാൻ ജെ ടൈപ്പ്, എനിക്ക് ഈ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നില്ല. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടൈപ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പാണ് സെലക്ട് ചെയ്തത്. ഇട്ട് നോക്കിയില്ലേ, ഇട്ട് നോക്കി കറക്റ്റാണോ സൈസ് എന്നൊക്കെ നമ്മൾ അറിയണം. എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നാളെ പോയി മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ കിട്ടിയ ഡിന്നർ സെറ്റ് ഇത് നമുക്ക് തുറന്നേക്കാം. ഉമ്മോ ഉമ്മോ, ഇതെങ്ങനെ തുറക്കാം? പൊട്ടിച്ച് നോക്കാട്ടോ. നമുക്ക് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇത്രയും എക്സൈറ്റ്മെൻറ്റിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും പാത്രമായാലും ഗ്ലാസ് ആണെങ്കിലും അതിൽ ജ്വല്ലറിയുടെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവോ, അതെങ്ങനെ കളയും എന്നൊക്കെ ആയിട്ട് എൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പ്ലേറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ വെച്ച് തന്നെ ഒഴിവാക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് അൺബോക്സ് ചെയ്യണത്. അങ്ങനെ ആദ്യം തന്നെ അൺബോക്സ് ചെയ്തപ്പോഴത്തേനും ഇതേ 2 പ്ലേറ്റാണ് കേട്ടോ കയ്യിൽ കിട്ടിയത്. അതിന് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട് പേരുണ്ടോ എന്നൊക്കെ. അങ്ങനെ 2 പ്ലേറ്റ് ഉണ്ട്. പിന്നെയും അതിൻ്റെ പാക്കറ്റിൽ ഞാൻ ഒന്നും കൂടെ നോക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അതിൻ്റെ പാക്കറ്റിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത്രയും വലിയൊരു ബോക്സ് ആണെങ്കിലും ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ആ ഒരു പ്ലേറ്റാണ്. ബാക്കി ഉണ്ടായിരുന്നത് മൊത്തം സപ്പോർട്ടിന് വെച്ചേക്കണ ഒരു സംഭവം. പിന്നെ വേറൊരു ബോക്സ് അതിന് ശേഷമായിട്ട് ഞാൻ കണ്ടത്. ആ ബോക്സ് കണ്ടപ്പോഴത്തേനും കൊള്ളാല പരിപാടി എന്ന് തോന്നിയായിരുന്നു എനിക്ക്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ബൗളും ഒരു ചെറിയ ബൗളായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിലും പേരുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തു. അതിലും പേരുണ്ടായിരുന്നില്ല. സംഭവം അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മളിത് നോസ്പിനാട്ടോ മേടിച്ചത്. നക്ഷത്രയിൽ പോയിട്ട് ആ വീഡിയോ കണ്ടില്ലേ? എല്ലാവരും കണ്ടിട്ടില്ല ഇവിടം വരെയൊക്കെ എത്തിയത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ മേടിച്ചത്. നേരത്തെ ഞാനൊരു ചെറിയൊരു നോസ്പിനായിരുന്നു കണ്ണൂർ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പം ഒരു ജെ ടൈപ്പ് അങ്ങനെയല്ലേ പറയണേ. അപ്പൊ ഈ ഒരു നോസ്പിന് എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.